ഗ്രാറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക്. അപ്പോൾ നമ്മളെപ്പോഴും നമുക്കറിയാം നമ്മളെപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുന്നതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്കറിയാം അല്ലേ? അപ്പോൾ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡിനെ ഒന്നും കൂടി ഒന്ന് ചിലപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പല സിറ്റുവേഷനിലൂടെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ പല കാര്യങ്ങളിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ പോകുമ്പോൾ നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് മറന്നു പോകും. ഒരു വൈറ്റ് പേപ്പർ കണ്ടിട്ടുണ്ടെങ്കിൽ ആ വൈറ്റ് പേപ്പറിൽ നമുക്ക് അതിലൊരു ബ്ലാക്ക് ഡോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കണ്ണ് കയറി പിടിക്കുക ഈ ഒരു ബ്ലാക്ക് ഡോട്ടിലായിരിക്കും. കാരണം എനിക്ക് എൻ്റെ ലൈഫിൽ ഇത്രയും കൂടുതൽ പ്രയാസമുണ്ട്, ഇത്രയും കൂടുതൽ പ്രശ്നമുണ്ട്. ചിലപ്പോൾ ഒന്നോ രണ്ടോ പ്രശ്നമായിരിക്കും. പക്ഷെ നമ്മൾ എന്താ പറയാ, അള്ളാഹു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ പക്ഷെ എണ്ണിയാൽ എവിടെയും തീരില്ലായിരിക്കും. അത്രത്തോളം അനുഗ്രഹങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റെ ഇടയിലുള്ള ഈ ചെറിയ ചെറിയ പ്രയാസങ്ങൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പ്രയാസങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ ഇന്ന പ്രയാസമുണ്ട് എന്നിങ്ങനെ നോക്കുമ്പോൾ എവിടേക്കോ മറന്നു പോകും. ആ ഇത് ഇങ്ങനെ ഒരു ഈ ഒരു പ്രയാസത്തിന്റെ ഉള്ളിലെ നമ്മുടെ അനുഗ്രഹങ്ങൾ നമ്മൾ എവിടെയോ മറന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ഉണർത്തുപാട്ടായിട്ട് ഇല്ലെങ്കിൽ അതിനൊക്കെ ഒന്ന് ഉണർത്താൻ അവിടെയും നമ്മുടെ പ്രയാസത്തിന്റെ ഇടയിലും നമുക്ക് ഒന്ന് ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കാനും അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംസാരം ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഓർക്കാൻ വേണ്ടിയിട്ടാണ് ഇൻഷാല്ലാ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സെഷൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ ഫോഗീവ്നെസ്സിനെ കുറിച്ചായിരുന്നു. ഫോഗീവ്നെസ് ഇപ്പോൾ ഉം, ഒരു പ്ലേസിൽ ആ ഒരു സ്ഥലത്ത് ഒരുപാട് കളകളും ഉം, ഒരുപാട് വീഡ്സ് ഒക്കെ ഉള്ള ഒരുപാട് ആവശ്യമില്ലാത്ത ചെടികളൊക്കെ ഉള്ള ഒരു പ്രദേശം. ആ ഒരു പ്രദേശം നമ്മൾ ഫസ്റ്റ് ഒരു വിത്ത് നടണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ചെയ്യേണ്ടത് അവിടുത്തെ ആ നിലം ഒരുക്കുക എന്നുള്ളതാണല്ലേ. അപ്പോൾ ആദ്യം തന്നെ അവിടുത്തെ പുല്ലുകളും കാര്യങ്ങളും ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറിച്ച് കളഞ്ഞിട്ട് എന്ത് ചെയ്ത് ആ ഒരു പ്ലേസിനെ ഏറ്റവും ബെറ്റർ ആക്കി എടുത്ത് അതാണ് നമ്മൾ ഫോഗിയനെസ്സിലൂടെ ചെയ്തിട്ടുണ്ടാവുക. ആ ഒരു ഫോഗേഷൻ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വിത്തുകളെ നമ്മൾ നടണം അല്ലെ. എന്നാലാണ് അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ ഏറ്റവും നന്നായിട്ട് നമ്മൾ ആ ഒരു നിലം റെഡിയാക്കി എടുത്തു. അതിനുള്ള കുറേ കാര്യങ്ങളായിരുന്നു നമ്മൾ കഴിഞ്ഞൊരു ആഴ്ചയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഫോഗിനെസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് എത്രത്തോളം അതിൽ വർക്ക് ചെയ്യണം എന്നുള്ളതിൻ്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ടായി. ഈ ഒരു സെഷനിൽ ആ ക്ലീൻ ആയിട്ട് കിടക്കുന്ന ആ ഒരു പ്രദേശത്ത് അതിൽ ഇനിയും ചിലപ്പോൾ മാലിന്യങ്ങളൊക്കെ കൊണ്ടുപോയിടാം. ഇനിയും നമുക്ക് ഫോഗീവ് ചെയ്യേണ്ട ഒരുപാട് സിറ്റുവേഷൻസ് കാര്യങ്ങൾ വരാം. അപ്പോൾ ഈ ഫോഗീവ് ചെയ്യാണ്ട് ഇപ്പോൾ ഒരാൾ കൊണ്ടുവന്നിട്ട് ഒരു വേസ്റ്റ് നമ്മുടെ ആ ഒരു പ്ലേസിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ട ആൾ തന്നെ എടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിൽക്കല്ല. എപ്പോഴും നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ക്ലീൻ ചെയ്ത് നമ്മുടെ ആ ഒരു പ്ലേസിനെ ഏറ്റവും ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ആ ഒരു ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആ ഒരു വിത്താണ് ഇടാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വിത്താണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന്റെ സീഡ് നമ്മൾ അവിടെ ഇടുമ്പോൾ അത് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ആ വീട് നമ്മൾ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തുറന്നിട്ടേക്കാം. അപ്പോൾ വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വന്നുകൊണ്ടിരിക്കും. നേരെ മറിച്ച് പരാതിയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീടിന്റെ ആ ഡോറുകളെല്ലാം ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചാൽ നമ്മളിലേക്ക് എങ്ങനെയാണ് വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വന്നിട്ട് മുട്ടുക. അപ്പോൾ വാതിൽക്ക് വന്നിട്ട് നിൽക്കുന്നുണ്ടാവും ഒരുപാട് അനുഗ്രഹങ്ങൾ. പക്ഷെ നമ്മുടെ ഫോക്കസ് മൊത്തവും ഒന്നോ രണ്ടോ പ്രശ്നങ്ങൾ ഇല്ലെങ്കിൽ ഒരു 10 പ്രയാസങ്ങൾ. ഈ ഒരു 10 പ്രയാസങ്ങളിൽ ഏറ്റവും ഡീപ്പായിട്ടുള്ള പ്രയാസത്തിലായിരിക്കും നമ്മുടെ ഫോക്കസ് മൊത്തം ഉണ്ടാവുക. എനിക്ക് റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ട്, എനിക്ക് വെൽത്ത് ഭയങ്കര പ്രയാസമാണ്, എൻ്റെ ഹസ്ബൻഡ് ഇത്രയും ബുദ്ധിമുട്ടിലാണ്, ഇങ്ങനെയുള്ള ഇല്ലെങ്കിലും എനിക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ഉത്കണ്ഠയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളായിരിക്കും മിക്ക ആളുകൾക്കും പറയുന്നത്. ഇങ്ങനെ ഒരുപാട് അമിതമായിട്ടുള്ള ഉത്കണ്ഠ, മക്കളെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഉത്കണ്ഠ ഹസ്ബൻഡിനെ കുറിച്ചുള്ള ഉത്കണ്ഠ, ഇങ്ങനെയുള്ള ഉത്കണ്ഠയും കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്ക ആളുകളും പറയുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള കാര്യങ്ങള് നമ്മളിങ്ങനെ ആവശ്യമില്ലാത്ത ചിന്തകളിലൂടെ ഇങ്ങനെ ചിന്തിച്ചു പോകുന്നതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാല് ഇതൊരു ഒരു ആകർഷിക്കാൻ പറ്റിയ ഒരു കാര്യമാണ്. നമുക്കിപ്പോ എല്ലാ ആളുകൾക്കും അറിയാം ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്താല് ജീവിതത്തിൽ അബണ്ടൻസ് ഉണ്ടാവും. ഇതൊന്നും അറിയാത്ത ആരും ഇല്ല ഇപ്പൊ.
ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ലോ ഓഫ് അട്രാക്ഷന്റെ ഒരു മെയിൻ കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളത്. പല ആളുകളും ഹംദ് തെറാപ്പി എന്നുള്ള രീതിയിലൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുമാണ്. പക്ഷെ എങ്ങനെയൊക്കെ ആയാലും ആ ഒരു ഫീലിങ്സ് ആ ഒരു ഫീലിങ്സ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വാതിലുകളൊക്കെ തുറന്നിട്ടിട്ട് നമ്മുടെ അനുഗ്രഹങ്ങൾ ഇങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മൂഡിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും ആ ഒരു ഗ്രേറ്റ്ഫുൾനെസ്സിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുക, ആ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സുബ്ഹാനല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ ഒക്കെ ചെല്ലും. ഈ ഓരോ അൽഹംദുലില്ല ചെല്ലുമ്പോഴും നമുക്ക് ആ ഒരു ഓരോ അനുഗ്രഹങ്ങളും ഇങ്ങനെ ഫീൽ ചെയ്തിട്ട് ചെല്ലാൻ പറ്റുകയാണെങ്കിലോ ശരിക്കും നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവേണ്ടവരാ, അല്ലെ? നമ്മൾ പലപ്പോഴും അത് മറന്നു പോവാം. ഇപ്പോ ജീലാനി തങ്ങളുടെ ഒരു ചരിത്രം പറയുന്നുണ്ട്, കപ്പൽ മുങ്ങിപ്പോയിട്ടുള്ള ചരിത്രം പല ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ഒന്ന് പറയാണ്. ആ ഒരു തങ്ങളിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ, ദർസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ ഒരു സമയത്ത് ഒരാൾ വന്നിട്ട് തങ്ങളുടെ ചെവിയിൽ പറയും, ഇത് നമ്മുടെ കപ്പൽ മുങ്ങിയിട്ടുണ്ട് കേട്ടോ, കപ്പൽ വെള്ളത്തിൽ മുങ്ങി നമ്മുടെ ചരക്കുകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് ചെവിയിലാണ് പറയുന്നത്. എന്താ പറയുന്നതെന്ന് കേട്ട് ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ ആ ചെവിയിൽ പറയുന്ന സമയത്ത് ശീലായുധങ്ങൾ അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഈ ഒരാൾ വീണ്ടും വന്നിട്ട് പറയുന്നുണ്ട്, ഏഹ് വേറൊരാളുടെ കപ്പലാണ് മുങ്ങിയത്, നമ്മുടെ കപ്പലല്ല മുങ്ങിയത്, വേറൊരാളുടെ കപ്പലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് അൽഹംദുലില്ലാ പറയുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ ക്ലാസ് കേട്ടുകൊണ്ടിരുന്ന അവിടുത്തെ വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്, നമ്മൾ എന്തിനാണ് രണ്ട് തവണ ഒരാൾ ഒരു എന്തോ കാര്യം എന്ന് പറഞ്ഞപ്പോഴും രണ്ടിനും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എന്തിനാണ് എന്ന് ചോദിച്ച സമയത്ത് ഇത് മുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും ഫീൽ ചെയ്തില്ല. അതിലൊരു പ്രത്യേക ഇമോഷനും വന്നില്ല. എൻ്റെ ഗ്രാറ്റിറ്റ്യൂഡ് ലെവല് അതൊക്കെ ബാലൻസ് ആയിരുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒന്ന് നഷ്ടപ്പെടുമ്പോഴോ ഇല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടുമോ എന്നുള്ള ആശങ്ക, ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ ആയിരിക്കും ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുക. അതിനി എങ്ങനെ ചെയ്യും, ഇതിനി എങ്ങനെ ചെയ്യും, എല്ലാം ഒരു തവക്കുൽ ചെയ്ത് റബ്ബിൽ തവക്കുൽ ചെയ്തിട്ട് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും ഫിയർ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയോ തവക്കുൽ ചെയ്യാൻ മറന്നു പോകുമ്പോൾ, ആ ഒരു സറണ്ടറൻസ് മറന്നു പോകുമ്പോഴൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രയാസങ്ങൾ കാര്യങ്ങൾ ഉണ്ടാവുക, അല്ലെ? ആ ഒരു എന്റെ റബ്ബ് എന്നെ ഏറ്റെടുത്തിട്ടുണ്ട്, ഞാൻ എല്ലാം സമർപ്പിച്ചിട്ടുണ്ട്. നമുക്കിപ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇബ്രാഹിം നബി ആ ഒരു നമ്രൂദ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം നബീനെ അമ്പ് ചെയ്ത് പോകുന്ന സമയത്ത് ഒരു മലക്ക് വന്നിട്ട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെ രക്ഷിക്കണമെന്നുള്ള. ആ ഒരു സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞു, ഞാനതെല്ലാം അള്ളാഹിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത്രത്തോളം നമ്മുടെ ജീവിതത്തില് നമുക്ക് ആ ഒരു തവക്കുല് ചെയ്യാൻ വേണ്ടി പറ്റി ആ ഒരു സറണ്ടറൻസ്, എന്ത് സംഭവിച്ചോട്ടെ എനിക്ക് ഹയറായതേ തരൂ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എവിടെ പിന്നെ എന്തൊക്കെയോ ആലോചിച്ച് നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ട കാര്യം എന്തിരിക്കുന്നു, അല്ലെ? പക്ഷെ എവിടേക്ക് നമ്മൾ മറന്നു പോകും, തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, എണ്ണിയാലൊടുങ്ങാത്ത അനുഗ്രഹങ്ങൾ നമ്മൾ മറന്നു പോകും. നമ്മുടെ കണ്ണ്, ഈ ഒരു കണ്ണുകൊണ്ട് തന്നെ എത്രത്തോളം നന്മകളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്ര വലുതാണ്. ശരിക്കും നമുക്ക് തന്നിട്ടുള്ള ഓരോ ഞാമത്തുകള്, ഇത് ഇത് ഇന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ കൈ, ഇതിന്റെയൊക്കെ വാല്യൂ, ഇതിന്റെയൊക്കെ മൂല്യം എന്ന് പറയുന്നത് നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുന്ന കാര്യമാണ്, അല്ലെ? എൻ്റെ ഈ കൈ കൊണ്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, അതിന് ഇത്രയും മൂല്യം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ കൈക്ക് ഇപ്പോൾ ഒരു 1000 രൂപയാണ്, അല്ലെങ്കിൽ 1,00,000 രൂപ തന്നാൽ എൻ്റെ ഈ കൈ തരാം, എൻ്റെ കണ്ണ് തരാം, എൻ്റെ കാഴ്ച തരാം, ഇതൊന്നും നമുക്ക് ആർക്കും കൊടുക്കാൻ പറ്റില്ലാത്ത അത്രയ്ക്കും അമൂല്യമായിട്ടുള്ള എൻ്റെ ഈ കാഴ്ച, എൻ്റെ ഈ കണ്ണ്, ഇതൊന്നും കൊടുക്കാൻ പറ്റില്ലാത്ത വലിയ അനുഗ്രഹങ്ങളാണ്, അല്ലെ? അപ്പോൾ ഒരു വിശ്വാസി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് അത്ഭുതമാണെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് തന്നെ വിലയിരുത്താൻ പറ്റും, നമുക്ക് എത്രത്തോളം ഈമാൻ ഉണ്ട്, നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് പോണത്, നമ്മൾ എത്രത്തോളം നല്ലൊരു മുഅ്മിനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ പ്രയാസങ്ങള്, ആ ഒരു സറണ്ടറൻസ് ഇല്ലാത്ത ഇല്ലാത്ത ഒരവസ്ഥ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റിയ എന്തൊരു ഹാപ്പി ആയിരിക്കും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻ മാറൂലേ? നമ്മുടെ ചിന്തകള് വളരെ ലോ ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള പരാതികളിലും പരിഭവങ്ങളിലും നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ നമ്മൾ എത്രത്തോളം
നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ശരിക്കും ഈ വലിയ വലിയ അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്കൊക്കെ അടുത്ത് വന്നിരിക്കുമ്പോൾ തന്നെ ഒരു ഹൈ വൈബ്രേഷൻ ഫീൽ ചെയ്യും. അതെങ്ങനെ ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആണ്, അവർ അത്രത്തോളം ഗ്രാറ്റിറ്റ്യൂഡിലാണ്. അതുകൊണ്ടാണ് അവരുടെ അടുത്ത് നമ്മൾ പോയിക്കുമ്പോൾ ചില സ്പീച്ചുകളുണ്ട്, ഈ സ്പീച്ചുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര എനർജി കിട്ടും. എങ്ങനെ ഈ എനർജി കിട്ടുക? അവർ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിന്നിട്ട് പറയാ. ചില ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചില ആളുകൾ ഇന്ന് അവരുടെ ഈഗോനെ നർച്ചർ ചെയ്തിട്ടുള്ള മോട്ടിവേഷൻ പോലത്തെ സംഭവങ്ങളും അതിലൂടെ പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡോപ്പമിൻ റിലീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതല്ല ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓറയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളിൽ ഞാനിങ്ങനെ നിൽക്കുമ്പോൾ, നേരെ മറിച്ച് എൻ്റെ ജീവിതത്തിലെ പരാതികളിൽ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ അത്രയ്ക്കും സെൽഫ് ലവ് ഇല്ലാത്ത, ഇല്ലെങ്കിൽ എൻ്റെ അടുത്തേക്ക് വരെ ഒരു ആൾക്ക് വരാൻ പറ്റാത്ത ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ എത്രത്തോളമാണ് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവേണ്ടത്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയേണ്ട ഒരു ഉം, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ ലൈഫിൽ, നമുക്ക് ചിന്തിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ നമ്മളുടെ ഈ ഒരു ഭംഗിയുണ്ടല്ലോ, എല്ലാവർക്കും ഭംഗിയുണ്ട്. ഇപ്പൊ ഏത് നിറത്തിലാണെങ്കിലും എന്തൊക്കെ കോലാണെങ്കിലും എന്ത് രീതിയിലാണ് നമ്മുടെ രൂപം എന്നുണ്ടെങ്കിലും നമുക്ക് നല്ലൊരു ഭംഗി വരും. അതെങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ട് നമ്മുടെ ഭംഗിയിൽ തന്നെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ നമ്മളിൽ തന്നെ നമുക്ക് ഇഷ്ടമാണ് നമ്മളെ. എൻ്റെ സ്വഭാവം, എൻ്റെ ക്യാരക്ടർ, ഇതിലൊക്കെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവും. പക്ഷെ ആ പോരായ്മകൾക്കുള്ളിലും നമുക്കറിയാം എല്ലാവർക്കും പോരായ്മ ഉണ്ടാവും, അല്ലേ? എല്ലാവരും മനുഷ്യരാണ്, അവർക്കൊക്കെ പോരായ്മ ഉണ്ടാവും. ആകെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കല്ലാതെ ഈ ഒരു കാമിലായിട്ടുള്ള പൂർണ്ണരായിട്ടുള്ള ഒരു മനുഷ്യനില്ല. എല്ലാവർക്കും ഒരു പോരായ്മകൾ പലതരത്തിലുണ്ടാവും. അപ്പോൾ ഈ പോരായ്മകൾ ഞാൻ അക്സെപ്റ്റ് ചെയ്ത് എന്നെ ഞാൻ സ്നേഹിക്കുമ്പോൾ മാത്രമല്ലേ എനിക്ക് ആ ഒരു ഭംഗി ഉണ്ടാവുക. ആ ഒരു ഭംഗി എന്ന് പറയുന്നത് അത് നമ്മുടെ ഇപ്പൊ ശരിക്കും പറഞ്ഞാല് ഒരു സ്വാലിഹത്തായ ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവ് നോക്കുമ്പോൾ അവനക്ക് സന്തോഷം കിട്ടും, അല്ലെ? ഒരു സ്വാലിഹത്തായ ഭാര്യ, അവളെ നോക്കുമ്പോൾ അവനക്ക് സന്തോഷം കിട്ടും. അതെങ്ങനെ കിട്ടുക? നമ്മൾ അത്രയും ഗ്രേറ്റ്ഫുൾ ആണ്, നമുക്ക് അള്ളാഹ് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളിൽ നമ്മൾ അത്രയും ഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ നമ്മുടെ ഭർത്താവ് നമ്മളെ നോക്കുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. ശരിക്കും പറഞ്ഞാൽ ഈ മനസ്സ് നമ്മൾ ക്ലീൻ ആക്കി വെച്ചാൽ നമ്മുടെ മുഖത്തിനും നമ്മുടെ എല്ലാം ഭയങ്കര ഒരു ഭംഗിയായിരിക്കും. അപ്പോൾ അത് മാത്രമല്ല, നമ്മുടെ അടുത്ത് വന്ന് ഇരിക്കാനും നമ്മളോട് സംസാരിക്കാനും ഒക്കെ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും. വല്ലാത്തൊരു ഭംഗി അവർക്ക് ഫീൽ ചെയ്യും. കാരണം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ അത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിട്ടിരുന്നാല് എല്ലാ കാര്യവും, റിലേഷൻഷിപ്പ്, വെൽത്ത്, ഹെൽത്ത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഓക്കെ ആവും. അപ്പോൾ നമ്മളൊക്കെ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ നിസ്കാരത്തിനൊക്കെ ശേഷം ഈ ഒരു അൽഹംദുലില്ലാ ഇതൊക്കെ എന്തിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത്? അതിലൂടെ നമ്മൾ നമ്മുടെ റബ്ബ് തന്നിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങൾ ഓർക്കാനും വീണ്ടും വീണ്ടും അനുഗ്രഹങ്ങൾ വരാനുമുള്ള വാതിലുകൾ തുറന്നിടാനും അല്ലേ നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. ശരിക്കും നിസ്കാരത്തിലുള്ള ഓരോ ഇബാദത്ത് കാര്യങ്ങൾ എന്താണെങ്കിലും ഇപ്പോ നമ്മളൊരു നല്ലതിനെല്ലാം ബിസ്മില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കുട്ടികളുടെ ഒരു പാട്ടുണ്ട്, അല്ലെ? ഒന്നാം ക്ലാസ്സിലൊക്കെ ഇല്ല. അപ്പൊ ഈ നല്ല കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കായിരുന്നു, ഈ നല്ല കാര്യങ്ങളൊക്കെ ചെല്ലുമ്പോൾ എന്തിനാണ് ബിസ്മി ചെല്ലുന്നത്? അവിടെയും നമ്മൾ റബ്ബിനെ ഓർത്ത് ആ ബിസ്മി ചെല്ലുമ്പോൾ ബിസ്മിയിൽ ആകെ ഉള്ളത് റഹ്മാൻ, ഒരുപാട് 99 നാമങ്ങളുണ്ട്. പക്ഷെ അതിൽ റഹ്മാനും റഹീമുമായിട്ടുള്ള റബ്ബിനെ നമ്മൾ ഓർമ്മിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആ ഒരു കാര്യം, ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യാൻ നേരത്ത് നമ്മൾ ബിസ്മി ചെല്ലുന്നത്, അല്ലെ? അപ്പോ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ നമ്മുടെ റബ്ബിനെ ഇങ്ങനെ ഓർത്ത് ഇല്ലെങ്കിൽ ആ ഒരു അനുഗ്രഹം നമുക്ക് ഫീൽ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിസ്കാരത്തിലും എപ്പോഴും ഈ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക എന്നുള്ള സംഭവം ഉള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എവിടെയൊക്കെയോ ഇത് ചെയ്യാൻ മറന്നു പോയിട്ടുള്ള ആളുകളാണ്. ഇല്ലെങ്കിൽ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരിക്കുക, അതിന് ചിലപ്പോൾ കഴിയാറില്ല. ഓരോ സമ്മർദ്ദങ്ങളും സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ ആ പരാതികളും പരിഭവങ്ങളും ഒക്കെ ആയിട്ട് എവിടെയോ ഇരുന്ന് പോവാറുണ്ട്. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത്
ഇതൊക്കെ ഒന്ന് എന്ത് ചെയ്യാ, ഇതൊക്കെ ഒന്ന് നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ഒരു ഹാബിറ്റ് വീണ്ടും റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഹംദ് തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഹംദ് തെറാപ്പി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും ആ ഗ്രേറ്റ്ഫുൾ ആവുന്നതിന്റെ ശരിക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഇപ്പൊ എന്തെങ്കിലും ഒരു അനുഗ്രഹം, ഇപ്പൊ ഈ ഒരു കുട്ടീനെ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യണം, അൽഹംദുലില്ലാ ഞാൻ എത്ര ഗ്രേറ്റ്ഫുൾ ആണ്, എനിക്ക് ഒരു കുട്ടിയുണ്ട്. അവളുടെ ആ ഒരു കാര്യത്തിൽ എനിക്ക് എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പൊ എനിക്കൊരു സെഷൻ എടുക്കുന്നു, അൽഹംദുലില്ലാ അതിൽ എനിക്ക് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ നമുക്ക് ചിലപ്പോ എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഈ ഒരു കാര്യം എന്താ പറയാ, ഏഹ്, ഓരോ അനുഗ്രഹങ്ങളിൽ നമ്മളിലേക്ക് വരാനുള്ള ഈ ഒരു കവാടം, ഈ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ നന്ദി പറയാനുള്ള ആ ഒരു കാര്യം എവിടേക്കോ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് നർച്ചർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാല് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ അല്ലെങ്കിൽ ഹംദ് തെറാപ്പി എന്നൊക്കെ പല പേരുകളിലൊക്കെ അറിയപ്പെടും. അപ്പൊ ഇത് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത്, ഒരു ദിവസം നമ്മൾ ഇരുന്നിട്ട് ഒന്ന് ഫീൽ ചെയ്തിട്ട്, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കൈകൾക്ക് നന്ദി, ഐ ആം ഗ്രേറ്റ്ഫുൾ ഫോർ മൈ ഹാൻഡ്സ്, ഇങ്ങനെയൊക്കെ പറയുന്നതിലും എഴുതുന്നതിലും ഒക്കെ ഇത് ശരിക്കും ഫീൽ ചെയ്തിട്ട് എഴുതുമ്പോഴാണ് അതിൻ്റെ ആ ഒരു റിസൾട്ട് കിട്ടുക. എന്നാലാണ് ഈ ഫീലിങ്ങിലൂടെ നമ്മൾ പോകുമ്പോഴാണ് ശരിക്കും അത് നമ്മുടെ സോളിനും നമ്മുടെ ബോഡിക്കും നമ്മുടെ മൈൻഡിനും ഒക്കെ ഏറ്റവും കൂടുതൽ അത് ഏറ്റവും ഇതാവുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൈകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നതിലും നമ്മുടെ മനസ്സും ശരീരവും എല്ലാം മുഴുകിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിനാലും ഏറ്റവും കൂടുതൽ ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഫീലിംഗ് മസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ട് നമുക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഓരോ അവയവങ്ങളും ഇങ്ങനെ എടുത്തിട്ട്, എൻ്റെ കൈകളെടുത്തിട്ട്, എൻ്റെ കണ്ണുകളെടുത്തിട്ട്, എൻ്റെ മൂക്കെടുത്തിട്ട്, അല്ലെങ്കിൽ ഓരോ ഓരോ അവയവങ്ങൾ എടുത്താൽ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആവാനാണുള്ളത് നമുക്ക്, അല്ലെ? ഒരുപാട് ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും. അപ്പൊ എവിടെയൊക്കെയോ നമ്മൾ മറന്നു പോയിട്ടുണ്ട് ഗ്രേറ്റ്ഫുൾ ആവാന്. ഓരോ പ്രയാസങ്ങളും ഓരോ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ട്. ആ ഒരു സ്വഭാവം നമുക്ക് റീബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഈ ഒരു ഗ്രേറ്റ്ഫുൾ ആയിട്ട് ഇരുന്നോണ്ട്, അല്ലെങ്കിൽ മോർണിംഗിലോ അല്ലെങ്കിൽ നൈറ്റിലോ ഏതെങ്കിലും നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ എന്ത് ചെയ്യാ, ഇരുന്നോണ്ട് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണല് എഴുതാൻ വേണ്ടിയിട്ട് തുടങ്ങാം ഇൻഷാ അല്ലാ. അപ്പോ ഈ ഒരു കഴിഞ്ഞ വർഷം, അതായത് 2024 നമുക്ക് കിട്ടിയിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ ഒരുപാട് അനുഗ്രഹങ്ങള് ആ ഒരു ഫയല് കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ക്ലിയർ ചെയ്ത് വച്ചാൽ മാത്രമാണ് നെക്സ്റ്റ് നമ്മുടെ 2026 വരുമ്പോൾ അതിൽ നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ വീണ്ടും റിസീവ് ചെയ്യാനുള്ള ഒരു മോഡിൽ നമുക്ക് ഇരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, ഇൻഷാ അല്ലാ നമുക്ക് നെക്സ്റ്റ് ഒരു ഈ ഒരു മന്ത് കൊണ്ട് നമുക്കൊരു 1000 ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ ഓരോരുത്തരും, ഞാനും നിങ്ങളും ഉൾപ്പെടെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ എവിടെയൊക്കെയോ മറന്നു പോകുന്നുണ്ട്, ഗ്രേറ്റ്ഫുൾ ആവാനും ഒക്കെ നമ്മൾ മറന്നു പോകുന്നുണ്ട്. എൻ്റെ മോൾ ഒച്ച ഉണ്ടാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ പറയുന്നത് വ്യക്തമാവുന്നുണ്ടോന്ന് അറിയില്ല, എങ്കിലും പറയാണ് ഇൻഷാ അല്ലാ. ഞാൻ ഇവളെ ഉറക്കിയിട്ട് കറക്റ്റ് ക്ലാസ്സിന്റെ ടൈം ആയപ്പോൾ ഇവളെ എഴുന്നേറ്റതാണ്. അപ്പൊ നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു വർഷം നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യാ, അതൊക്കെ ഒന്ന് എഴുതിയിട്ട് അതിനൊക്കെ ഒന്ന് അൽഹംദുലില്ലാ എന്നൊന്ന് ഫീൽ ചെയ്തിട്ട് ഒന്ന് പറയാ. ഏഹ് അപ്പോൾ നമുക്ക് പലപ്പോഴും കുടുങ്ങിക്കിടക്കുന്ന പല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് തീർച്ചയായിട്ടും മാറിക്കിട്ടും ഇൻഷാ അല്ലാ. ഇപ്പോഴും നമ്മൾ എവിടെയൊക്കെയോ നമ്മുടെ ലൈഫിൽ വന്നിട്ടുള്ള ഇപ്പൊ ഒരു റോസാ ചെടിയെ നമ്മൾ കാണുമ്പോൾ ആ ഒരു റോസാ ചെടിയിൽ നമ്മൾ പൂവിലേക്ക് നോക്കുമ്പോൾ എന്നാലും ഇതിന് മുള്ളുണ്ടല്ലോ എന്നുള്ള രീതിയിൽ ആ മുള്ളുകളിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകാറുണ്ട്. എന്നാലും എൻ്റെ ജീവിതത്തിൽ ഇത്ര പ്രയാസമല്ലേ എന്നുള്ള രീതിയിൽ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണം, നമ്മുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവണം, എന്തൊക്കെ കാര്യങ്ങൾ റെഡി ആവണമെന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം ഇൻഷാ അല്ലാ നിങ്ങൾ ചെയ്യാം. അപ്പോ എന്ത് ചെയ്യാ, നെക്സ്റ്റ് സെഷൻ അല്ല, നെക്സ്റ്റ് സെഷനൊക്കെ വരുമ്പോഴത്തേക്കും ഇൻഷാല്ല എന്തായാലും ഒരു 100 എണ്ണമെങ്കിലും ഒന്ന് ചെയ്യാട്ടോ. അതുപോലെ ഈ ഒരു മാസം, ഈ ഒരു വർഷം എൻഡ് ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും നമുക്കൊരു 1000 ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും. നമ്മളൊന്ന് ഇരുന്നിട്ട് എഴുതുമ്പോൾ ഒരുപാട് ഗ്രേറ്റ്ഫുൾ ആവേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടും.
അപ്പൊ അങ്ങനെ നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയാല് തീർച്ചയായിട്ടും നമ്മൾ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രയാസങ്ങൾ വരുമ്പോ, ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, നമുക്ക് വെറുതെ ഇരിക്കുമ്പോൾ നമ്മുടെ മോളെ കാണുമ്പോ അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോ, നമ്മുടെ കൈകൾ നോക്കുമ്പോ, നമ്മുടെ കണ്ണുകൾ നോക്കുമ്പോ ഒക്കെ നമുക്ക് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എന്നിങ്ങനെ ഫീൽ ചെയ്യും. നമുക്ക് അതല്ലേ വേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്, റബ്ബ് പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ സമാധാനം എന്ന് പറയുന്നത് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദൈവസ്മരണയല്ലാതെ വേറൊരു മനസ്സിന് സമാധാനം തരുന്ന ഒന്നുമില്ല എന്നുള്ളത്. അപ്പോ ശരിക്കും എന്ത് ചെയ്യാ, ഈ ഒരു സ്മരണയിലൂടെ നമുക്ക് പോകാൻ പറ്റുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാ, ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണല് നമുക്ക് എല്ലാവർക്കും, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പൊ റബ്ബ് തൗഫീഖ് ആയിട്ട്. അപ്പൊ വളരെ നല്ല കാര്യമാണ്. അതുപോലെ ഏത് സമയത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ, ഇപ്പൊ എൻ്റെ ലാപ്ടോപ്പ് കാണുമ്പോൾ, എൻ്റെ ഫോൺ കാണുമ്പോൾ, എൻ്റെ മക്കളെ കാണുമ്പോൾ, എൻ്റെ ഭർത്താവിനെ കാണുമ്പോൾ, എൻ്റെ വീട് കാണുമ്പോൾ, എൻ്റെ കൈകൾ, എൻ്റെ ശരീരം, ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് സന്തോഷിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഇല്ലെങ്കിൽ അതിലൊക്കെ റബ്ബിനെ ഓർത്ത് അൽഹംദുലില്ലാ എന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ അത് വലിയൊരു കാര്യമാണ്. അതാണ് വേണ്ടത് നമുക്ക്. അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഇപ്പൊ എഴുതുന്നത് ഇൻഷാ ആ അല്ലാ. അത് എഴുതാറുണ്ട്, ആറ്റിറ്റ്യൂഡ് എഴുതാറുണ്ട്. പിന്നെ നമുക്ക് കിട്ടണ കാര്യങ്ങൾക്കൊക്കെ അള്ളഹാനോട് ഹംദ് പറയാറുണ്ട്. ഉം ഉം. ഓക്കെ ഇൻഷാ അല്ലാ. Take a deep breath in, breathe out. Take a deep breath in. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് റിലീസ് ചെയ്യുക. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ചെയ്ത് റിലീസ് ചെയ്യുക. നോർമൽ ആയിട്ടുള്ള ബ്രീത്ത് എടുക്കുക. അൽഹംദുലില്ലാ. ഈ ഒരു നിമിഷം എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റിയതിന് അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഒരുപാട് മനുഷ്യര് ഈ ഒരു നിമിഷം ശ്വാസം എടുക്കാൻ പറ്റാതെ, ശ്വാസം മുട്ടൽ ആയിട്ട്, അങ്ങനെ പല വിധത്തിലുള്ള അസുഖങ്ങളായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. ശ്വാസം ഒന്ന് തടസ്സപ്പെട്ടാലുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരിക്കും? അതൊന്ന് ആലോചിച്ചിട്ട് ഈ ഒരു നിമിഷം എനിക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നതിന് അൽഹംദുലില്ലാ മനസ്സറിഞ്ഞിട്ട് പറയാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ആ ഒരു ബ്രീത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഓരോ ശ്വാസം എടുക്കുമ്പോഴും അത് സുഗമമായി പുറത്തേക്ക് പോകുമ്പോഴും അൽഹംദുലില്ലാ പറയാം. ഓരോ ശ്വാസവും ശമനമാണ് അൽഹംദുലില്ലാ. ആ ഓരോ ശ്വാസത്തിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജി കിടക്കുന്നതായിട്ട് ഫീൽ ചെയ്യാം. നമ്മുടെ ഉള്ളിലുള്ള നെഗറ്റീവായിട്ടുള്ള ഒരുപാട് ഇമോഷൻസ്, പരാതികൾ, പരിഭവങ്ങളൊക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട്, നമ്മളൊന്ന് ഒരു നല്ല മനസ്സിന്റെ ഉടമകളായിട്ട് മാറുന്നതായിട്ട് ഫീൽ ചെയ്യാം. ആവശ്യമില്ലാത്ത നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ പുറത്തേക്ക് പോകുന്നതായിട്ട് ഫീൽ ചെയ്യാം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. ഇനി നമ്മുടെ റബ്ബിനോട് നമ്മൾ പലപ്പോഴും പരാതിപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലുള്ള ചെറിയ ചെറിയ പ്രയാസങ്ങൾ നമ്മൾ വലുതായി കണ്ട് അതിന് നമ്മൾ ഒരുപാട് റബ്ബിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. എന്തിനാ എനിക്കിങ്ങനെ ഒരു ജീവിതം എന്ന് ഞാൻ ഒരുപാട് വട്ടം ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾ വരുന്നത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. എന്താ എനിക്ക് അതിന് കഴിയാത്തത്, ഇതിന് കഴിയാത്തത് എന്നിങ്ങനെ നോക്കിയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ ഞാൻ റബ്ബിനെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ മനസ്സറിഞ്ഞിട്ട് ഹൃദയം ചേർത്ത് വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഒന്ന് മനസ്സറിഞ്ഞിട്ട് പറയാം. അസ്തഗ്ഫിറുല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്. എൻ്റെ ഓരോ അവയവങ്ങൾ കൊണ്ട് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ എൻ്റെ റബ്ബിനോട് അസ്തഗ്ഫിറുല്ലാ പറയാം. എൻ്റെ ശരീരത്തിനോട് അസ്തഗ്ഫിറുല്ലാ പറയാം.
എൻ്റെ ശരീരത്തിനോട് സോറി ചോദിക്കണം. എൻ്റെ ശരീരം നാളെ എനിക്കെതിരെ സാക്ഷി പറയും എൻ്റെ കൈകൾ കൊണ്ട് ആവശ്യമില്ലാത്തത് ചെയ്തതിന്. അപ്പോൾ ആ കൈകളോട് സോറി ചോദിക്കാം. എൻ്റെ റബ്ബിനോട് അസ്തഗ്ഫിറുള്ള പറയാം. ഇനി നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും നന്ദി പ്രകടമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഒന്ന് റീകളക്ട് ചെയ്യാം. ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ള ഒരു മൊമെന്റ് എൻ്റെ ജീവിതത്തിൽ, അൽഹംദുലില്ലാ, അതിൽ ഞാൻ എത്രത്തോളം സന്തോഷവതിയായിരുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്നെ എനിക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ സന്തോഷിക്കുന്ന മുഖം എനിക്കവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. മനസ്സറിഞ്ഞിട്ട് എൻ്റെ സന്തോഷം അവിടെ എക്സ്പ്രസ് ചെയ്യാം അൽഹംദുലില്ലയിലൂടെ. ആ ഒരു നിമിഷം എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയതിന് അൽഹംദുലില്ലാ പറയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇപ്പോഴും എനിക്ക് ഓരോ അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന റബ്ബിനെ ഹൃദയം ചേർത്ത് വെച്ചിട്ട് ഒന്ന് അൽഹംദുലില്ലാ പറയാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇനി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജീവിതം, എങ്ങനെയാണോ നിങ്ങളുടെ ജീവിതം മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു ലൈഫിനെ നിങ്ങൾക്ക് കാണാം. എന്തൊക്കെ മാറ്റങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നതായിട്ടും അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതായിട്ടും, ഏറ്റവും കൂടുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് നിങ്ങൾക്ക് സാധിക്കുന്നതായിട്ട് കാണാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ നിങ്ങൾക്ക് അവിടെ കാണാം. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഏറ്റവും വലിയ വൈബ്രേഷൻ ആയിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡും ഫോർഗിവ്നെസ്സും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കാണുന്ന ഈ ഒരു കാര്യം തീർച്ചയായിട്ടും റബ്ബ് സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഹൃദയം, ശുദ്ധമായ ഹൃദയത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യം, അത് തീർച്ചയായിട്ടും റബ്ബ് സ്വീകരിക്കുന്ന ഒരു കാര്യമാണ്. അൽഹംദുലില്ലാ. അത് കിട്ടുന്നതായിട്ട് ഫീൽ ചെയ്തിട്ട് അതിന് അൽഹംദുലില്ലാ പറയാം. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. ഇനി നമ്മുടെ റബ്ബിലേക്ക് അത് സമർപ്പിക്കാം. അൽഹംദുലില്ലാ, റബ്ബേ, എനിക്കറിയില്ല ഇതെൻ്റെ ജീവിതത്തിന് ഏറ്റവും ഹൈറാണോ എന്ന്. ഇത് ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇതെനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാ, ഇത് എനിക്ക് ഹൈറാണോ അല്ലയോ എന്നറിയുന്ന എൻ്റെ റബ്ബിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഇതിലൂടെ ഒരുപാട് നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അത് റബ്ബ് സ്വീകരിക്കുക. എനിക്ക് ഹൈറാണെങ്കിൽ എനിക്കത് സാധിപ്പിച്ചു തരണേ എന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു ദുആയിലൂടെ, ആ ഒരു തവക്കുലിലൂടെ, ആ ഒരു സറണ്ടറൻസിലൂടെ ഒന്നിരിക്കാം. സറണ്ടറൻസിലായിട്ട് ആ ഒരു തവക്കുലിലായിട്ട് ഒന്നിരിക്കാം. അൽഹംദുലില്ലാ, 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 അൽഹംദുലില്ലാ. ഇനി നിങ്ങൾക്ക് ബ്രീത്തിൽ ഫോക്കസ് ചെയ്യാം. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നോർമലായിട്ട് ബ്രീത്ത് എടുത്തിട്ട് ഈ ഒരു മെഡിറ്റേഷനിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാം. മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വന്നവർ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ടോട്ടലായിട്ട് നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തതെന്നുള്ള എക്സ്പീരിയൻസ് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. എല്ലാവരും മെഡിറ്റേഷനിൽ നിന്ന് പുറത്തു വന്നില്ലേ?
ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ് ഒക്കെ കേട്ടാണ്. അത് കഴിയുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഒരാളോട് ഒരു കാര്യം കഴിഞ്ഞ് കഴിയുമ്പോൾ താങ്ക് യു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. താങ്ക് യു മാം. അൽഹംദുലില്ലാ നന്നായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ചെറിയ ഡിസ്ട്രാക്ഷൻ ഉണ്ട് എന്നാലും ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ കാര്യങ്ങളെ തവക്കൽ ചെയ്ത് സറണ്ടർ ചെയ്തിരിക്കുക എന്നുള്ള ഒരു ലെവലിൽ എത്താൻ പറ്റിയിട്ടുണ്ട്. മാഷാ അല്ലാ. താങ്ക് യു. മാഷാ അല്ലാ ചെയ്തിട്ടുണ്ട് മിസ്സേ. പിന്നെ ദിവസം ചെയ്യാറുള്ളതാണ് ഇത് കേട്ടോ. മെഡിറ്റേഷൻ രാവിലെ വൈകുന്നേരം ചെയ്യാറുണ്ട്. മാഷാ അൽഹംദുലില്ലാ അല്ലാ. കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇൻഷാ അല്ലാ. അപ്പോ മെഡിറ്റേഷനിലൂടെ ദിവസവും പോകാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. ഓക്കെ, ഉം. പിന്നെ നസ്നി എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ചെയ്യാൻ പറ്റിയോ? ഓക്കെ, ഇൻഷാല്ലാ. പിന്നെ നമ്മളൊരു സെഷനിലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാല് ചിലതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ കേട്ടിട്ടുള്ള കാര്യമാണെങ്കിലും ജസ്റ്റ് ഒരു ഒഴിഞ്ഞ കപ്പായിട്ട് ഇരിക്കുമ്പോഴാണ് നമുക്ക് അവിടെയും എന്തൊക്കെയോ കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുക. എന്താ പറയാ, ഒരു ഒരു എന്താ പറയാ, ഒരു മാസ്റ്റർ ആവുക എന്നുള്ളത് നമ്മൾ പഠിച്ച കാര്യങ്ങളും കേട്ട കാര്യങ്ങളും അതിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ അറിയാൻ പറ്റുമ്പോഴാണ് അതിൽ നമുക്ക് മാസ്റ്ററായിട്ട് മാറാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഏത് സെഷനിൽ വന്നാലും എന്ത് കാര്യത്തിൽ വന്നാലും നമ്മളൊരു ഒഴിഞ്ഞ കപ്പായിട്ട് ഇരിക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊക്കെ റിസീവ് ചെയ്യാനും അതുമായിട്ട് മുന്നോട്ട് പോകാനും പറ്റുക. നമ്മൾ എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുക. ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും എനിക്കിതൊക്കെ അറിയാം, എനിക്ക് എന്തൊക്കെയോ അറിയാം എന്നുള്ളൊരു ഫീലിങ്ങിൽ ഇരിക്കാതെ എന്ത് ചെയ്യുക, ആ ഒരു ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫീൽ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ അനിൽ സാറൊക്കെ ജസ്റ്റ് ഇങ്ങനെ വരുമ്പോൾ തന്നെ ജസ്റ്റ് ആ ഒരു എം ടി കപ്പായിട്ടിരിക്കാന്ന് പറഞ്ഞുകൊണ്ട് അതിങ്ങനെ മോഡലാക്കി തന്നെ ഇങ്ങനെ ഒരു ഇതായിട്ട് ഇങ്ങനെ ചെയ്യും. ഇങ്ങനെ ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്നിട്ട് ഈ ഒരു ക്ലാസ് കേൾക്കാൻ വേണ്ടിയിരിക്കുക. നേരെ മറിച്ച് എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് സംഭവം എനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ ഇരുന്നാൽ നമുക്ക് ഒന്നും കിട്ടൂല. ഒന്നും കിട്ടൂല നമുക്ക് എവിടെ നിന്നും. അപ്പൊ എപ്പോഴും എനിക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഒന്നും പൂർണ്ണമായിട്ട് പഠിക്കാനോ മനസ്സിലാക്കാനോ പറ്റില്ല. നമ്മളെല്ലാവരും അപൂർണരാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും പൂർണ്ണമായിട്ട് എവിടെ നിന്നും കിട്ടൂല. എവിടെ നിന്നും നമുക്ക് അറിയില്ല. ഒന്നിനെ നമുക്ക് പൂർണ്ണമായിട്ട് എനിക്കെല്ലാം അറിയാമെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത്രത്തോളം വിശാലമാണ് നമ്മുടെ ഈ ഒരു പ്രപഞ്ചമൊക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഏത് സെഷനിൽ കയറുകയാണെങ്കിലും അവിടെ നമുക്ക് എന്തെങ്കിലും കിട്ടണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മൈൻഡ് ഒന്ന് ഫ്രീ ആക്കിയിട്ടാ എനിക്ക് ഇവിടെ നിന്നും എന്തൊക്കെയോ ഇതൊക്കെ എനിക്ക് അറിയാമെന്ന് തോന്നുന്ന സമയത്തേ എനിക്ക് ഇതിൽ നിന്ന് എന്തോ കിട്ടാണ്ട് എന്നുള്ള രീതിയിൽ ആ കപ്പൊന്ന് ഇങ്ങനെ കളഞ്ഞിട്ട് വീണ്ടും മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂഡിൽ ഇരിക്കുക. ഒന്ന് എം ടി ആയിട്ട് വെച്ചിട്ടിരിക്കുക. അപ്പോഴാണ് വീണ്ടും നമ്മളിലേക്ക് ഓരോ അറിവുകൾ വരിക. അപ്പൊ ഇൻഷാ അല്ലാ നമ്മൾ ഈ പറഞ്ഞതും കേട്ടതും ഒക്കെ നാളെ റബ്ബിന്റെ കോടതിയിൽ റബ്ബിന്റെ മുന്നിൽ ഉപകാരപ്പെടുന്ന, നാളെ പരലോകത്തേക്ക് ഉപകാരപ്പെടുന്ന ഒരു സ്വാലിഹായിട്ടുള്ള അമലായിട്ട് നമുക്ക് റബ്ബ് കബൂലായിട്ട് ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ദുആ ചെയ്യുക. ഒരുപാട് സ്ത്രീകളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപാട് പേർക്ക് എന്താ പറയാ, അവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങളിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം എന്നുള്ള രീതിയിൽ ഒരു വഴി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും ആഹ് നമുക്ക് എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റട്ടെ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എന്തായാലും എല്ലാവരും ചെയ്യാം. അപ്പൊ എന്നാ ഇൻഷാ അല്ലാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. 3:10 സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅത്തൂബു ഇലൈക്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം. വറഹ്മത്തുള്ളാഹി